കിളിമാനൂരിൽ ദമ്പതികളുടെ അപകട മരണത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്തു പോലീസ്. ബന്ധുക്കളടക്കം 58 പേർക്കെതിരെയാണ് പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിന് കേസെടുത്തത്. അതേസമയം അപകടമുണ്ടാക്കിയ പ്രതിയെ ഇനിയും പോലീസ് പിടികൂടിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയൊരു ക്രൂരതയാണ് നടന്നതെന്ന്. സംസ്ഥാന പാത ഒന്നിൽ ഒരു ജീപ്പ് നിയന്ത്രണം വിട്ട് ഭാര്യയും ഭർത്താവും കൂടെ പോകുമ്പോൾ അവരെ ഇടിച്ചു തെറിപ്പിക്കുന്നു. അതിനുശേഷം നിർത്താതെ പോകാൻ ശ്രമിക്കുന്നു. നാട്ടുകാർ വാഹനം പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നു. ആ വാഹനത്തിൽ 3 തിരിച്ചറിയൽ കാർഡിൽ ഒന്നൊരു പോലീസ് ഉദ്യോഗസ്ഥന്റേതാണെന്നുള്ള വിവരം കിട്ടുന്നു. 2 പേർ ഓടി രക്ഷപ്പെടുന്നു. പിടിച്ചുകൊടുത്ത പ്രതി സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തു പോകുന്നു. രണ്ടാമത്തെ ആളുടെയും ജീവൻ നഷ്ടപ്പെട്ട നിർണായക സമയത്ത് ആ തുണ്ടി മുതലായി സ്റ്റേഷനിൽ കിടന്ന ജീപ്പിന് തീവെച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് ഇന്നലെ അവിടുത്തെ നാട്ടുകാർ മൃതദേഹവുമായി പോലീസിനെതിരെ പ്രതിഷേധമുയർത്ത് റോഡിൽ കുത്തിയിരുന്നത്. അവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തു എന്ന് പറയുന്നത്. ഇതിനൊക്കെയാണ് തന്തയില്ലായ്മ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം കിളിമാനൂർ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു താറ് ചീറിപ്പാഞ്ഞു വന്ന ഒരു ഭാര്യയും ഭർത്താവിനും ഇടിച്ച് തെറിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് ആ വണ്ടി ഓടിപ്പോകാൻ പോയ സമയത്ത് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും കൂടി പിടിച്ചു പോലീസിൽ ഏൽപ്പിച്ചു. എന്നിട്ട് അവരെയൊക്കെ ജാമ്യം കൊടുത്തു വിടുകയും ആ 2 പേര്, ആ ഭാര്യയും ഭർത്താവും മരിക്കുകയും ചെയ്തു. എന്നിട്ട് അതിന് കാരണക്കാരായിട്ടുള്ള അവന്മാരെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. തൊണ്ടി മുതലായിട്ടുള്ള ആ ഒരു വണ്ടി സ്റ്റേഷനിൽ കിടന്നിട്ട് അത് ആരോ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ആ ഒരു സംഭവത്തിനെതിരായിട്ട് കേസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ 2 മൃതദേഹങ്ങളുമായിട്ട് അവരുടെ ബന്ധുക്കാരും നാട്ടുകാരൊക്കെ കൂടെ പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതിഷേധം നടത്തി. ഇപ്പോൾ ആ പ്രതിഷേധം നടത്തിയ ബന്ധുക്കാർക്കെതിരെയും അതുപോലെ നാട്ടുകാർക്കെതിരെയും പരാതി എടുത്തിരിക്കുന്നു. എന്ത് തന്തയില്ലാത്ത പരിപാടി! ഇതിനൊക്കെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. കാരണം ഒന്നും അറിയാത്തൊരു ഭാര്യയും ഭർത്താവ് അവർ റോഡ് സൈഡിൽ കൂടെ പോകുന്നു. ആരുടെ അമ്മയ്ക്കോ വായുകുളിക്ക് പോയ പോലെ 3 അവന്മാരുണ്ടായിരുന്നു ആ ഒരു വണ്ടിയുടെ അകത്ത്. അവരെ ഇടിച്ച് തെറിപ്പിച്ചിട്ടും അവർക്കെതിരെ കേസില്ല. പകരം അതിന് പ്രതിഷേധം നടത്തിയ ബന്ധുക്കാർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഇതിനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും.